സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദാവീദ് രാജാവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചാണ് കഴിഞ്ഞ ചില അവസരങ്ങളിലായി നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ദാവീദ് രാജാവ് വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റു. ദാവീദ് രാജാവ് അധപ്പതനത്തിൽ നിന്ന് ഉദ്ധാരണം ലഭിച്ച് എഴുന്നേറ്റു. ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ അത്ഭുത കൃപയിലേക്ക് മടങ്ങി വന്നു. ഡിക്ലൈൻ സംഭവിച്ചെങ്കിലും റിട്ടേൺ ചെയ്തു മടങ്ങി വന്നു. വീണ് പോയെങ്കിലും എഴുന്നേറ്റു. വീണ് പോയെങ്കിലും കർത്താവ് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. താണു പോയെങ്കിലും കർത്താവ് ഉയർത്തിയെടുത്തു. ആഴമുള്ള കുഴിയിലും കുഴം ചേറ്റിലും താണുപോയെങ്കിലും കർത്താവ് അവിടുന്ന് ഉദ്ധരിച്ചു. കർത്താവ് ഉറപ്പുള്ള പാറമേൽ ദാവീദിനെ നിർത്തി. ദാവീദിൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ദാവീദിൻ്റെ വായിൽ പുതിയ പാട്ട് നൽകി. ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ദാവീദിന് ഭാഗ്യം നൽകി. സ്തോത്ര കീർത്തനങ്ങൾ ആലപിക്കുവാനുള്ള സൗഭാഗ്യം ദാവീദ് രാജാവിന് സ്വർഗത്തിലെ ദൈവം ദാനമായി നൽകി. 40-ാം സങ്കീർത്തനമാണ് കഴിഞ്ഞ ചില സമയങ്ങളിൽ നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത്. 40-ാം സങ്കീർത്തനത്തിന് ഒരു ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം: ദ ലിറ്റർജി ഓഫ് എ ഫുൾ ഹാർട്ട്. ഒരു നിറഞ്ഞ ഹൃദയത്തിൻ്റെ ആരാധനാക്രമം. ദ ലിറ്റർജി ഓഫ് എ ഫുൾ ഹാർട്ട്,
ഒരു നിറഞ്ഞ ഹൃദയത്തിൻ്റെ പൂജാവിധി, ആരാധനാക്രമം. എന്താണത്? നന്ദി നിറഞ്ഞ ഹൃദയം എങ്ങനെയെല്ലാമാണ് ആരാധനയുടെ പടവുകൾ കയറുന്നത് എന്ന്. സ്നേഹം നിറഞ്ഞ ഹൃദയം ആരാധനയുടെ വിവിധ പടികളിലൂടെ ഉയർന്നുയർന്നു പോകുന്നത് എങ്ങനെയെന്ന്. നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ ആരാധന ഉരുത്തിരിയുന്നതും വഴിഞ്ഞൊഴുകുന്നതും എങ്ങനെയെന്ന്. ദ ലിറ്റർജി ഓഫ് എ ഫുൾ ഹാർട്ട്, നിറഞ്ഞ ഹൃദയത്തിൻ്റെ ആരാധനാക്രമം, പൂജാവിധി. 4 വിധത്തിൽ അതിനെ നമുക്ക് ചിന്തിക്കാം ഈ 40-ാം സങ്കീർത്തനത്തിൽ നിന്ന്. 1 ദ സ്ക്രിപ്ചറൽ ഹാർട്ട്, 2 ദ സ്പീക്കിംഗ് ഹാർട്ട്, 3 ദ സഫറിംഗ് ഹാർട്ട്, 4 ദ സർപ്രൈസിംഗ് ഹാർട്ട്. ഇപ്പോൾ ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുകയില്ല. 1 ദ സ്ക്രിപ്ചറൽ ഹാർട്ട്. എന്താണത്? അത് തിരുവചനത്തിൽ നമുക്ക് വായിക്കാം. 40-ാം സങ്കീർത്തനം, 40-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ദ സ്ക്രിപ്ചറൽ ഹാർട്ട്, ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധവചനം ഹൃദയത്തിൽ തിങ്ങിയിരിക്കുന്നു. മറ്റൊന്നിനും പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ഹൃദയത്തിൽ നിറയെ ദൈവത്തിൻ്റെ വചനം. ഊണിലും ഉറക്കത്തിലും ദൈവത്തിൻ്റെ വചനം, നടപ്പിലും കിടപ്പിലും ദൈവത്തിൻ്റെ വചനം. എൻ്റെ ദൈവമേ, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ ദാവീദ് നന്ദി മുറ്റിയ ഹൃദയത്തോടെ ദൈവത്തോട് പറയുകയാണ്, ഇപ്പോൾ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ആരാധനയെ ആരംഭിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ പൂജാക്രമം തുടങ്ങുന്നു, എൻ്റെ ഹൃദയത്തിൽ ആരാധനയുടെ സന്തോഷവും സൗകുമാര്യവും ഉളവായി വരുന്നു, ആരാധന നിറഞ്ഞു വരുന്നു, നന്ദി മുറ്റി വരുന്നു, സ്നേഹം തിങ്ങി വരുന്നു. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിച്ച ദാവീദ്, ദൈവത്തിന് അനിഷ്ടമായത് ചെയ്ത ദാവീദ് ഇപ്പോൾ പറയുകയാണ്, ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ശമൂവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം നാം പണ്ട് വായിച്ചതാണ്, പഠിച്ചതാണ്. ഓർമ്മയില്ലേ? എന്താണ് അവിടെ പറയുന്നത്? എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. ദാവീദ് ചെയ്തത് ദൈവത്തിന് ഹിതകരമായിരുന്നില്ല, ദൈവത്തിന് പ്രസാദമായിരുന്നില്ല. ദൈവത്തിൻ്റെ വ്രതസ്ഥനും ദൈവത്തിൻ്റെ മധുരഗായകനും ദൈവത്തിൻ്റെ ദീർഘദർശിയുമായ ദാവീദ് ചെയ്തത് ദൈവത്തിന് അനിഷ്ടമായിരുന്നു. 2 ശമൂവേൽ 11-ന്റെ അവസാന വാക്യം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു പോയ ദാവീദ് ഇപ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദിയോടെ പറയുന്നു, എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഒരു കാലത്ത് ദൈവത്തിന് അനിഷ്ടമായി ജീവിച്ച ജീവിതം ഇന്നിതാ പുതിയ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നു, പുതിയ പ്രതിഷ്ഠയിലേക്ക് കടന്നു വരുന്നു, പുതിയ സമർപ്പണം എടുക്കുന്നു, പുതിയ തീരുമാനമെടുക്കുന്നു. കർത്താവേ, എനിക്കിനിമേൽ ഇഷ്ടം എൻ്റെ കർത്താവിൻ്റെ തിരുഹിതം നിവർത്തിക്കുക എന്നുള്ളതാണ്. ഇനി മുതൽ എനിക്ക് പ്രിയങ്കരമായത് എൻ്റെ നാഥൻ്റെ തിരുഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നൊരു ദൈവദാസന് ന്യായപ്രമാണം ഹൃദയത്തിൽ തിങ്ങിയിരിക്കും. സ്ക്രിപ്ചറൽ ഹാർട്ട്, ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ തിങ്ങിയിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ഈ വചനം തിങ്ങിയിരിക്കുന്നുണ്ടോ? നാം വായിക്കുന്ന ഈ തിരുവചനം, ഈ ബൈബിൾ വെറും കടലാസുകളല്ല, വെറും അക്ഷരങ്ങളല്ല, വെറും വാക്കുകളല്ല, വാക്കുകൾക്കപ്പുറം വാക്യങ്ങളുമല്ല, ജീവൻ്റെ തുടിപ്പുള്ള വചനങ്ങളാണ് ഈ വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന്
ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയം. തിരുവചനം മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവ നിയോഗത്താൽ ദൈവത്തിൻ്റെ തിരുവചനം പ്രവാചകന്മാർ പ്രാപിച്ച് നമുക്ക് അറിയിച്ചു തരികയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ തിരുവചനം ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം നൽകി നാവിൽ വരച്ചു കൊടുത്തതും ബോധത്തിൽ രചിച്ചു കൊടുത്തതും ഹൃദയത്തിൽ ഊറിയൂറി വരുമാറ് ഉറന്നു കൊടുക്കുമാർ അനുഗ്രഹം പകർന്നതുമായ ദൈവത്തിൻ്റെ വചനം സ്നേഹവാനായ ദൈവം തൻ്റെ പ്രിയ മക്കളിൽ കൂടി നമുക്ക് തരികയാണ്. കാലാകാലങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 1600 വർഷങ്ങളുടെ കാലത്തിനുള്ളിൽ 40-ലേറെ എഴുത്തുകാർ എഴുതിയതാണ് ഈ ദൈവവചനം. 40-ലേറെ എഴുത്തുകാർ. ഇതിൽ രാജാക്കന്മാരുണ്ട്, രചയിതാക്കൾ. ഇതിൽ ബുദ്ധിജീവികളുണ്ട്, രചയിതാക്കൾ. ഇതിൽ നോവലിസ്റ്റുകളുണ്ട്, സാഹിത്യ സൃഷ്ടി ചെയ്യുവാൻ കരുത്തുറ്റ കവനസിദ്ധിയുള്ള മഹാകവികളുണ്ട് ഈ വേദപുസ്തകം എഴുതിയവരിൽ. പ്രിയപ്പെട്ടവരെ, ഇതിൽ മുക്കുവ തൊഴിലാളികളുണ്ട്, ഇതിൽ ചുങ്കക്കാരുണ്ട്. ദ്രവ്യാഗ്രഹികളായി അറിയപ്പെട്ടിരുന്ന ബ്ലേഡ് എന്ന് നാം സാധാരണ കേൾക്കാറുള്ളതുപോലുള്ള ദ്രവ്യാഗ്രഹികളായ ചുങ്കക്കാർ എഴുത്തുകാരുണ്ട്. വിവിധ തുറകളിൽ ജീവിച്ചവർ എഴുതി. പക്ഷേ അവരല്ല അത് രചിച്ചത്. രചയിതാവ് ജീവനുള്ള ദൈവമാണ്. അവരുടെ നാവിൽ കൂടി ദൈവം സംസാരിച്ചു, അവരുടെ തൂലികയിൽ കൂടി ദൈവത്തിൻ്റെ വചനം വാർന്നൊഴുകി. എന്നാൽ അത് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഈ തിരുവചനം ദൈവശ്വാസീയമാണ്, ദൈവത്തിൻ്റെ വചനം. ഞാൻ പറഞ്ഞല്ലോ, ആവർത്തിച്ച് പറയാൻ എൻ്റെ ഹൃദയം ത്രസിക്കുകയാണ്. ദൈവത്തിൻ്റെ ഈ വചനം ജീവൻ തുടിക്കുന്നതാണ്. നാം കരയുമ്പോൾ ഈ വചനം നാം വായിക്കുന്നു, നമുക്ക് ആശ്വാസം ലഭിക്കുന്നു. നാം രോഗശൈലിയിലായിരിക്കുമ്പോൾ ഈ വചനം നാം ധ്യാനിക്കുന്നു, നമുക്ക് സമാധാനം കിട്ടുന്നു, നമുക്ക് സൗഖ്യം കിട്ടുന്നു. നാം പതറി നിൽക്കുമ്പോൾ, മുന്നോട്ടുള്ള ഗതിമുട്ടി നിൽക്കുമ്പോൾ ഈ വചനം നാം ഓർക്കുന്നു, നാം ധ്യാനിക്കുന്നു, വചനം വായിക്കുന്നു, അല്ലെങ്കിൽ ഹൃദിസ്ഥമായ വചനം നാം ഉരുവിടുന്നു. അപ്പോൾ നിതാന്ത ശാന്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇരച്ചു കയറി വരുന്നു. സ്നേഹിതരെ, ദൈവത്തിൻ്റെ വചനം, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം, ബിബ്ലിയോസ് എന്ന വാക്കിൽ നിന്നാണ്, ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന പദം ഉണ്ടായത്. ബിബ്ലിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദ ബുക്സ് എന്നാണ്, പുസ്തകങ്ങൾ എന്നാണ്. പുസ്തകങ്ങൾ. ബൈബിൾ ഒരു പുസ്തകമല്ല, അത് പുസ്തകങ്ങളാണ്. 40-ലേറെ എഴുത്തുകാർ എഴുതിയ 66 പുസ്തകങ്ങളുടെ സമാഹാരമാണ് നാം ഇന്ന് വായിക്കുന്ന ദ ഹോളി ബൈബിൾ, ഈ വിശുദ്ധ വേദഗ്രന്ഥം. ഈ വേദഗ്രന്ഥത്തിൽ ഓരോ പുസ്തകത്തിലും അതിൽ ചെറുകഥകൾ നാം കാണും, നോവലുകൾ നാം കാണും, അതിൽ പ്രബന്ധങ്ങൾ നാം കാണും, അതിൽ ജീവചരിത്രങ്ങൾ നാം കാണും, അതിൽ കവിതകൾ നാം കാണും, അതിൽ ആത്മകഥകൾ നാം കാണും. പ്രിയപ്പെട്ടവരെ, അതിൽ പ്രബോധനങ്ങൾ നാം കാണും, അതിൽ പ്രസംഗങ്ങൾ നാം കാണും, അതിൽ പ്രവചനങ്ങൾ നാം കാണും. അതിൽ അത്യന്തം പ്രകാശമേതുരമായ ആശയഗരിമ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഈ ദൈവത്തിൻ്റെ വചനം, ഈ വചനത്തിൻ്റെ ശക്തി, വചനം അത് തലമുറകളെ പ്രകമ്പനം കൊള്ളിച്ചതാണ്. വചനം രാജകിരീടങ്ങളെ തട്ടിത്തെറിപ്പിച്ചതാണ് ഈ വചനം. ചക്രവർത്തികളുടെ സിംഹാസനങ്ങളെ മറിച്ചിട്ടതാണ് ഈ വചനം. അനേകം മന്ദബുദ്ധികൾക്ക് ബുദ്ധി പ്രദാനം ചെയ്തതാണ് ഈ വചനം. അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പെനിസിലിൻ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് ദൈവത്തിൻ്റെ വചനമാണ്. സിംസൺ ക്ലോറോഫോം കണ്ടുപിടിച്ചു. മനുഷ്യനെ മയക്കുന്ന ക്ലോറോഫോം കണ്ടുപിടിച്ചതല്ല എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്നെ മയക്കിയ ക്രിസ്തുവിനെ കണ്ടെത്തിയതാണ് എന്ന് സിംസൺ പറയുകയുണ്ടായി. ഐസക് ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റി 24-ാമത്തെ വയസ്സിൽ കണ്ടുപിടിച്ചു. ഐസക് ന്യൂട്ടൺ ദൈവം എൻ്റെ അപ്പനാണെന്ന് പറഞ്ഞ് വളർന്നു വന്ന ഒരു അനാഥ ബാലനാണ്. ഗാഡ് ഈസ് മൈ ഫാദർ എന്ന് പറഞ്ഞ് വളർന്നു വന്ന ഒരു അനാഥ ബാലൻ, അനാഥ യുവാവ് 24-ാമത്തെ വയസ്സിൽ ദ ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചു. വിശ്വവിശ്രുതനായ ശാസ്ത്രജ്ഞനായി മാറി. ലിയോ ടോൾസ്റ്റോയ്, റഷ്യൻ നോവലിസ്റ്റ്,
അദ്ദേഹം ഈ വചനത്തിൻ്റെ മാധുര്യം നുകർന്ന് അനുഗ്രഹീതനായ ധന്യനായ ഒരു വിശ്വാസ വീരനായിരുന്നു. ലാമിറാബിളെ എഴുതിയ ലെസ് മിസറബിൾസ് എന്ന് പറയുന്ന നോവൽ എഴുതിയ, പാവങ്ങളെന്ന് തർജ്ജമ ചെയ്ത വിശ്വവിശ്രുതമായ നോവൽ എഴുതിയ വിക്ടർ ഹ്യൂഗോ ദൈവഭക്തനായിരുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പാരഡൈസ് ലോസ്റ്റ് എഴുതിയ ജോൺ മിൽട്ടൺ ദൈവത്തിൻ്റെ ഭക്തനായിരുന്നു. പാരഡൈസ് ലോസ്റ്റ്, പറുദീസ നഷ്ടം, അത് വേദപുസ്തകത്തിൽ പറുദീസ നഷ്ടപ്പെട്ട് പറുദീസയിൽ നിന്ന് ഇറങ്ങി മാറുന്ന മനുഷ്യൻ്റെ ദുരന്തകഥ വിവരിക്കുന്ന അതിമനോഹരമായൊരു കാവ്യഗ്രന്ഥമാണ്, കാവ്യതല്ലജമാണ്. സഹോദരങ്ങളെ, വർണ്ണിക്കാൻ തുടങ്ങിയാൽ വർണ്ണ തീരുകയില്ല. വചനം അതിമധുരമാണ്. വചനം, ജീവൻ്റെ വചനം, തീയുടെ വചനം, സ്വർഗത്തിൻ്റെ വചനം, തീജ്വാലയാകുന്ന വചനം, പാപത്തെ കരിച്ചു കളയുന്ന വചനം, മനുഷ്യഹൃദയത്തെ വിശുദ്ധീകരിക്കുന്ന വചനം, മനുഷ്യനെ പ്രശാന്തനാക്കുന്ന വചനം, കോപിഷ്ഠനായ മനുഷ്യനെ ശാന്തനാക്കുന്ന വചനം, മദ്യപനെ സ്നേഹോഷ്മളമായ ഹൃദയത്തിൻ്റെ ഉടമയാക്കി മാറ്റുന്ന വചനം, ദുശ്ശീലങ്ങളിൽ കുടുങ്ങിപ്പോയ മനുഷ്യനെ സത്സ്വഭാവം കൊണ്ട് നിറയ്ക്കുന്ന വചനം. എന്തൊരു അത്ഭുതം ഈ വചനം, എന്തൊരു അതിശയം. സ്നേഹിതരെ, ഈ ദൈവത്തിൻ്റെ വചനം, ദ സ്ക്രിപ്ചറൽ ഹാർട്ട്, വചനം കൊണ്ട് ഹൃദയം നിറയ്ക്കുക. ഞാൻ വായിച്ചു ജെറമിയ ഡെൻറ്റൺ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച്. വലിയൊരു പടയാളിയായിരുന്നു, പടത്തലവനായിരുന്നു, പട്ടാളത്തിൻ്റെ കമാൻഡറായിരുന്നു, അമേരിക്കൻ സൈന്യത്തിൻ്റെ കമാൻഡറായിരുന്നു ജെറമിയ ഡെൻറ്റൺ. ഈ ജെറമിയ ഡെൻറ്റൺ വിയറ്റ്നാമിലെ യുദ്ധത്തിന് അമേരിക്ക നിയോഗിച്ച സൈന്യത്തിൻ്റെ ഒരു പടത്തലവനായിരുന്നു, വീരപോരാളിയായിരുന്നു. പക്ഷേ വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തിൽ പലർക്കും കേടുവന്ന കൂട്ടത്തിൽ ഈ ജെറമിയ ഡെൻറ്റൺ ബന്ധനസ്ഥനാക്കപ്പെട്ടു. ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കടുത്ത മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു, ജയിലറയിൽ കഴിയേണ്ടി വന്നു. 6 നീണ്ട വർഷം ജയിലിൽ അദ്ദേഹം കഴിഞ്ഞു. വിയറ്റ്നാമിലെ ജയിലിൽ ഏകനായി കഴിയുകയായിരുന്നു 6 വർഷം. അദ്ദേഹം ജയിലറയിൽ കഴിഞ്ഞ് 6 വർഷത്തെ ദുരിതപൂരിതമായ ജീവിതാനുഭവം കഴിഞ്ഞ് ജയിൽ വിമോചിതനായി അമേരിക്കയിൽ തിരിച്ചെത്തി. അദ്ദേഹം അമേരിക്കയിൽ വന്നതിന് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത് ഈ ജെറമിയ ഡെൻറ്റൺ അദ്ദേഹം സെനറ്റിലേക്ക് മത്സരിച്ചു. അമേരിക്കൻ സെനറ്റിൽ അദ്ദേഹം അംഗമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു, എന്താണ് അങ്ങക്ക് ഈ 6 വർഷം ജയിച്ചു നിൽക്കാൻ സാധിച്ചതിൻ്റെ രഹസ്യം? 6 വർഷം ഏകാന്ത തടവിൽ ഏറ്റവും വലിയ പീഡയും നിന്ദയും അസഹ്യമായ യാതനയും ഏറ്റുകൊണ്ട് കഠിനമായ മർദ്ദന മുറകളേറ്റ് വലഞ്ഞ സമയത്ത് അങ്ങയെ നിലനിർത്തിയത് എന്താണ്? അദ്ദേഹം പറയുന്ന വിശ്രുതമായ ചില വാക്യങ്ങളുണ്ട്, ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. One of my basic survival skills was quoting passages I had memorized from the Bible. ഞാൻ ഉറപ്പോടെ നിന്നതിൻ്റെ പിന്നിൽ ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് കാണാതെ പഠിച്ച ചില വാക്യങ്ങളുടെ സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. One of my basic survival skills was quoting passages I had memorized from the Bible. ബൈബിളിൽ ഞാൻ പഠിച്ച് ഹൃദിസ്ഥമാക്കിയിരുന്ന, ഓർമ്മയിൽ വെച്ചിരുന്ന, കാണാതെ പഠിച്ചിരുന്ന ചില വാക്യങ്ങൾ അത് വീണ്ടും വീണ്ടും ഹൃദയത്തിൽ ഉദ്ധരിച്ച് പറഞ്ഞ് ഉരുവിട്ട് അത് ധ്യാനിച്ചു കൊണ്ടിരുന്നതാണ് ഞാൻ ഉറപ്പോടെ നിൽക്കാൻ എനിക്ക് കരുത്ത് നൽകിയ ഒരു പ്രധാന കാര്യം. Internalized scriptures were my sword to defend myself against the cruelest weapons the enemy could use. ശത്രുവിന് ഉപയോഗിക്കാവുന്നതിലേക്കും ഏറ്റവും ക്രൂരമായ ആയുധങ്ങൾ, ഏറ്റവും കഠിനമായ ആയുധങ്ങൾ, അതിനെതിരെ എനിക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ, അതിൽ വാടിയും തളർന്നും ഉലഞ്ഞും പോകാൻ നിൽക്കാൻ എനിക്ക് സാധിച്ചതിൻ്റെ പിന്നിൽ വചനം എന്ന ആ ഒരു വാൾ എൻ്റെ ഹൃദയത്തിൽ നിന്നിരുന്നു. എൻ്റെ ഹൃദയത്തിൽ ഹൃദിസ്ഥമാക്കിയിരുന്ന വചനം എന്ന വാളുകൊണ്ട് ശത്രുക്കളുടെ പീഡകളെ എതിരിടാൻ, അതെന്നെ വാട്ടാതെ വലയ്ക്കാതെ, എന്നെ തകർക്കാതെ അവയെ പ്രതിരോധിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഐ യൂസ് ദം ടു ബിൽഡ് എ വാൾ ഓഫ് പ്രൊട്ടക്ഷൻ അറൗണ്ട് മീസെൽഫ്. എനിക്ക് ചുറ്റും ഒരു സംരക്ഷണത്തിൻ്റെ വേലി കെട്ടാൻ, സംരക്ഷണത്തിൻ്റെ ഭിത്തി കെട്ടാൻ
ഈ വചനം എനിക്ക് സഹായകമായി. മെമ്മറൈസ്ഡ് സ്ക്രിപ്റ്റേഴ്സ് ലിറ്ററലി ബിക്കെയിം മൈ പ്രയേഴ്സ്. വാസ്തവത്തിൽ അക്ഷരീകമായി കാണാതെ പഠിച്ച വേദപുസ്തക ഭാഗങ്ങളാണ് എൻ്റെ പ്രാർത്ഥനകളായി എപ്പോഴും എനിക്ക് ഉരുവിടാൻ കഴിഞ്ഞത്. സഹോദരങ്ങളെ, ഹൃദയം നിറഞ്ഞ വചനം, സ്ക്രിപ്ചറൽ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ വചനം നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? വചനം നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടോ? ഈ ബൈബിളിലെ വാക്യങ്ങൾ നിങ്ങൾ ഉരുവിടാറുണ്ടോ? യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ മുകളിൽ കൈപ്പിടിയിൽ ഉറച്ച് പിടിച്ചുകൊണ്ട് വേച്ച് പോകുമ്പോഴും വീഴാതെ കൈപ്പിടിയിലോ മുകളിലെ പിടിയിലോ അതല്ലെങ്കിൽ വശത്തുള്ള തൂണിലോ അങ്ങനെ പിടിച്ചുകൊണ്ട് നല്ല തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ തിരുവചനം ഉള്ളത്തിൽ ഉരുവിടാറുണ്ടോ? കഠിനമായ യാതനകളും വേദനകളും എതിർപ്പുകളും പോരാട്ടങ്ങളും വരുമ്പോൾ ക്രൂസിലെ തിരുമൊഴികൾ നിങ്ങൾ ധ്യാനിക്കാറുണ്ടോ? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? സഹോദരങ്ങളെ, ഏറ്റവും കഠിനമായ ശോധനകൾ വരുമ്പോൾ, വലിയ രോഗങ്ങൾ വരുമ്പോൾ, മാരകമായ രോഗങ്ങളുടെ ആക്രമണത്തിൽ തളർന്നു പോകാവുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ, അപ്പോൾ ഈ വചനം ധ്യാനിക്കുകയും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന വചനം വീണ്ടും വീണ്ടും ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം തൻ്റെ തിരുവചനം തന്നിരിക്കുന്നത് നമുക്ക് അനുഭവിക്കാനാണ്. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ന്യായപ്രമാണം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. സഹോദരങ്ങളെ, വചനം വായിക്കണം, വചനം ധ്യാനിക്കണം. ഒരിക്കൽ സർ വാൾട്ടർ സ്കോട്ട് മരിക്കാറായി കിടക്കുമ്പോൾ അദ്ദേഹം അടുക്കളവരോട് പറഞ്ഞു, ടേക്ക് ദ ബുക്ക്, ആ പുസ്തകം അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞു. വിച്ച് ബുക്ക് സർ? അങ്ങ് ഉദ്ദേശിച്ചത് ഏത് പുസ്തകമാണ്? ഏത് പുസ്തകമാണ്? ദർ ഇസ് ഓൺലി വൺ ബുക്ക് വിച്ച് ഇസ് സെറ്റ് ടു ബി കോൾഡ് ദ ബുക്ക്, ദാറ്റ് ഇസ് ദ ഹോളി ബൈബിൾ. ആ പുസ്തകമെന്ന് പറയത്തക്കവണ്ണം യോഗ്യമായ ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ, അത് വിശുദ്ധ വേദപുസ്തകമാണ് എന്ന് വാൾട്ടർ സ്കോട്ട് പറഞ്ഞു. ഐവാൻഹോ എന്ന് പറയുന്ന വിശ്വവിശ്രുതമായ നോവൽ എഴുതിയ വിശ്രുത സാഹിത്യകാരനായ വാൾട്ടർ സ്കോട്ട് ദ ബുക്ക് എന്ന് പറഞ്ഞ് ആദരിക്കത്തക്കവണ്ണം, ബഹുമാനിക്കത്തക്കവണ്ണം ആദരണീയമായ ഗ്രന്ഥം അദ്ദേഹത്തിന് ബൈബിൾ അദ്ദേഹത്തിന് പ്രിയങ്കരമായിരുന്നു, അദ്ദേഹത്തിന് ആദരപാത്രമായിരുന്നു. സഹോദരങ്ങളെ, പോട്ടെ വാൾട്ടർ സ്കോട്ട് അല്ലെങ്കിൽ ലിയോ ടോൾസ്റ്റോയ് അല്ലെങ്കിൽ ജോൺ മിൽട്ടൺ, ഇവരൊക്കെ വേദപുസ്തകത്തെ എങ്ങനെ കണ്ടു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്കിന്ന് ചിന്തിക്കാനുള്ളത്, എനിക്ക് ഈ ബൈബിൾ എങ്ങനെയാണ്? എനിക്ക് ഒരു സ്ക്രിപ്ചറൽ ഹാർട്ടുണ്ടോ? വചനാനുസൃതമായൊരു ഹൃദയം എനിക്കുണ്ടോ? ദൈവത്തിൻ്റെ തിരുവചന അനുസൃതമായ ഒരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? എൻ്റെ ജീവിതം വചനത്താൽ പ്രചോദിതമാണോ? വചനത്താൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ? ദൈവവചനം എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നുണ്ടോ? വചനം എന്നെ നയിക്കുന്നുണ്ടോ? വചനം എന്നെ നടത്തുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ ആത്മവിവശതയിൽ പറഞ്ഞു. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 20 മുതൽ 22 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പ്രവാചകൻ പറഞ്ഞത്: കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവും അറിഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീനെന്ന് ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ദൈവത്തിൻ്റെ വചനം. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീനെന്ന് ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ പ്രമോദിക്കുമോ? ദൈവത്തിൻ്റെ വചനം നിങ്ങളെ നടത്തുന്നത് നിങ്ങൾക്ക് അനുഭവിക്കണമോ? നിങ്ങളെ നയിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥായിയായ സ്വാധീനം ചെലുത്തുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കർത്താവേ, ഞാൻ നിൻ്റെ വചനം ഞാൻ ഭക്ഷിക്കുന്നു, നിൻ്റെ വചനം ഞാൻ എൻ്റെ ആഹാരമായി ഞാൻ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. വചനം എൻ്റെ ആഹാരമാണ്, വചനം എനിക്ക് തേനാണ്, വചനം എനിക്ക് തേൻകട്ടയാണ്, വചനം എനിക്ക് മധുരമാണ്, വചനം എനിക്ക് ജീവനാണ്, വചനം എനിക്ക് സ്നേഹമാണ്. കർത്താവേ, വചനം എൻ്റെ ഭാവിയുടെ എല്ലാ ഭാഗ്യവിധാതാവായി നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവൻ്റെ അരുളപ്പാടാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക വചനമാണ്. വചനമായ ക്രിസ്തു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു.
പ്രിയപ്പെട്ടവരെ, വചനമാകുന്ന ക്രിസ്തു ഇന്ന് നിങ്ങളെ സന്ധിക്കുകയാണ്, ഇന്ന് നിങ്ങളെ സന്ദർശിക്കുകയാണ്. വചനം നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. ആശ്വാസത്തിൻ്റെ വചനം, സ്നേഹത്തിൻ്റെ വചനം, കാരുണ്യമൂറുന്ന വചനം, അലിപോലുന്ന വചനം, ആർദ്രതയുള്ള വചനം ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വന്ന് നിങ്ങളെ ക്ഷണിക്കുകയാണ്. മകനേ, എൻ്റെ വചനമാണ് നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നത്. മകളെ, എൻ്റെ ശബ്ദമാണ് നിന്റെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ ഹൃദയഭിത്തികൾ അലയടിച്ച് മാറ്റൊല്ലിക്കൊള്ളുന്നത് ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനമാണ്. കുഞ്ഞേ, നിന്റെ ഹൃദയം നീ തുറക്കൂ. മോളെ, നിന്റെ ഹൃദയം നീ തുറക്കൂ. മകനെ, നിരാശ മുറ്റിയ നിന്റെ ജീവിതത്തിൽ പ്രത്യാശ വിളയുവാൻ, പ്രത്യാശ വിലസുവാൻ, പ്രത്യാശ സ്ഫുരിക്കുവാൻ വചനം നീ കൈക്കൊള്ളൂ. വചനപ്രകാരം നീ ജീവിക്കൂ. വചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾക്കനുസരിച്ച് നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തൂ. വചനം മാറ്റമില്ലാത്തതാണ്. മാറ്റമുള്ള മനുഷ്യന് മാറ്റമില്ലാത്ത സൗഭാഗ്യം ലഭിക്കുവാൻ മാറ്റമില്ലാത്ത വചനം ഉൾക്കൊള്ളുക. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ തന്നെ. ക്രിസ്തുവിനെ കൈക്കൊള്ളുവീൻ, ക്രിസ്തുവിൻ്റെ വചനം കൈക്കൊള്ളുവീൻ, ക്രിസ്തുവിൻ്റെ വചനത്തെ മാനിക്കുവീൻ, ക്രിസ്തുവിൻ്റെ വചനത്തെ നിങ്ങൾ ഉയർത്തുവീൻ, ക്രിസ്തുവിൻ്റെ വചനത്തെ നിങ്ങൾ പ്രഘോഷിപ്പീൻ, ക്രിസ്തുവിൻ്റെ വചനത്തെ നിങ്ങൾ സാക്ഷിപ്പീൻ, ക്രിസ്തുവിൻ്റെ വചനത്തെ നിങ്ങൾ പ്രസംഗിപ്പീൻ. ക്രിസ്തുവിൻ്റെ വചനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ എക്കാലത്ത് നിങ്ങളുടെ നടത്തിപ്പിനും, നിങ്ങളുടെ ജീവിതത്തിന് നായകനായി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിധാതാവായി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്താവായി നിങ്ങളെ നയിക്കുന്നതിനും മുഖാന്തരമായി നിങ്ങൾ ഏറ്റെടുക്കുവീൻ. വചനം നിങ്ങളെ നയിക്കട്ടെ, വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, വചനം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, വചനം നിങ്ങളുടെ പാപങ്ങളെ മാറ്റട്ടെ, വചനം നിങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, വചനം നിങ്ങളെ അനുഗ്രഹിച്ച് പുതുജീവിതത്തിലേക്ക് നിങ്ങൾ നയിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, അൻപുള്ള പിതാവേ, സ്നേഹവാനേ, ജീവനുള്ള ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം ഉൾക്കൊണ്ട് വചനപ്രകാരം ജീവിപ്പാൻ, സ്ക്രിപ്ചറൽ ഹാർട്ട് ഉള്ളവരായി തീരുവാൻ എല്ലാവരെയും വാഴ്ത്തണമേ. സ്നേഹം നിറഞ്ഞ പിതാവേ, എല്ലാവരുടെയും ഹൃദയത്തിൽ വചനം നിക്ഷേപിക്കണമേ. വചനാനുസൃതമായി ജീവിക്കുവാനുള്ള വാഞ്ച നൽകണമേ. പൈശാചിക ശക്തി വന്ന് വചനം കൊത്തിക്കൊണ്ടുപോകാതെ കാത്തുകൊള്ളണമേ. പറവജാതി കൊത്തിക്കൊണ്ടുപോകാതെ ഈ വചനം ഓരോരുത്തരുടെ ഹൃദയത്തിൽ മുളയ്ക്കുകയും വളരുകയും 100, 60, 30 മേനിയായി വിളയുകയും ചെയ്യണമേ. ഭാവികാല മോഹന വാഗ്ദാനങ്ങൾ കരഗതമാക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണമേ. രോഗങ്ങളെ സൗഖ്യമാക്കണമേ. പാപബന്ധനങ്ങളെ അഴിക്കണമേ. ദുശ്ശീലങ്ങൾ അകറ്റണമേ. പുതുഭാവി നൽകണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.